ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അമൻ ആൻഡ് മോം എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു അടിപൊളി ചായക്കടീൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതും ഒരു പഴം കൊണ്ടാണ്. വീട്ടിലുള്ള സാധനം കൊണ്ട് തന്നെ മക്കൾക്ക് വേഗം നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഒരു പഴം, പിന്നെ കുറച്ച് ഏലക്കാപ്പൊടി, ഒരു മുട്ട, പിന്നെ 1/2 കപ്പ് തേങ്ങ, 1/4 കപ്പ് ഷുഗർ എടുത്തിട്ടുണ്ട്. പക്ഷെ അത്രയൊന്നും വേണ്ടയില്ല. അതുപോലെ തന്നെ പാലും. ബാറ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പാലും മുട്ടയും പിന്നെ മൈദപ്പൊടി. ഇത് ഇവിടെ ഓൾ പർപ്പസ് ഫ്ലോർ എന്നാണ് പറയുന്നത്. നമ്മൾ മൈദപ്പൊടിയാണ്. അതുപോലെ കുറച്ച് സൺഫ്ലവർ ഓയിലും ഞാൻ എടുക്കുന്നുണ്ട്. പിന്നെ നട്ട്സ്, അണ്ടിപ്പരിപ്പും മുന്തിരിയും. ആദ്യം തന്നെ നമുക്ക് തേങ്ങ കൊണ്ട് നമ്മളൊരു പണ്ട ഉണ്ടാക്കുന്നുണ്ട്. നമ്മളിതിന് തേങ്ങാ പണ്ട എന്നാ പറയുക. ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ. എൻ്റെ കൂടെ ഇത് കുറച്ച് കൂടിപ്പോയിട്ടുണ്ട്. ഇത്രയൊന്നും വേണ്ടയില്ല. എന്നിട്ട് തേങ്ങ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റണം. കൂടുതലൊന്നും വഴറ്റണ്ട. അതിനു മുന്നേ തന്നെ ഞാൻ കുറച്ച് ഒരു നുള്ളി ഏലക്കാപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ പഞ്ചസാരയും കൂടുതലായി പോരുത്. എന്നിട്ട് നമ്മൾ കുറച്ച് വെള്ളം കുടഞ്ഞു കൊടുക്കുന്നുണ്ട്. അതൊരു പറ്റൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നന്നായി വഴറ്റി കൊടുക്കണം. അതിൻ്റെ കുറച്ച് വെള്ളവും കുറച്ച് ഓയിലും ഫസ്റ്റ് തന്നെ കൂടിപ്പോയതുകൊണ്ട് കുറച്ച് ബ്രൗൺ കളറായി പോയിട്ടുണ്ട്. അതിൽ ഞാൻ നട്ട്സും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. തേങ്ങാപ്പണ്ടം ഫസ്റ്റ് തന്നെ പാളിപ്പോയിട്ടുണ്ട്. ഇത് ഞാനൊരു പ്ലേറ്റിലാക്കി മാറ്റുന്നുണ്ട്. കാരണം ഇത് നല്ല ക്രിസ്പി ആയിട്ടാണുള്ളത്. നമുക്ക് ഇങ്ങനെ ബ്രൗൺ കളർ ആവണമെന്നൊന്നുമില്ല. പക്ഷേങ്കിൽ അതിൽ കുറച്ച് വെള്ളത്തിൻ്റെയും ഓയിലിൻ്റെയും കണ്ടൻറ്റ് കൂടുതലുള്ളതുകൊണ്ട് ബ്രൗൺ കളറായി പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെയും കുറച്ചും കൂടിയും തേങ്ങ എടുത്തിട്ട് വഴറ്റുന്നുണ്ട്. ഒരു 1/2 കപ്പിലും കുറച്ച് തന്നെയാണ്. പിന്നെ നുള്ളി ഏലക്ക നേരത്തെ ചെയ്ത പോലെ തന്നെ. പിന്നെ കുറച്ച് പഞ്ചസാര, ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. നോക്കിയിട്ട് ഞാൻ വീണ്ടും പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് 2 ടേബിൾ സ്പൂൺ എന്ന് പറഞ്ഞത്. പിന്നെ കുറച്ച് വെള്ളം കുടഞ്ഞു കൊടുത്തിട്ട് ഒന്നും കൂടി വഴറ്റണം. അധികം നേരം ഒന്നും വെക്കണമെന്നില്ല. ഒരു സ്മെല്ല് വരും. നമുക്കൊരു മധുരത്തിൻ്റെതും എല്ലാം കൂടിയിട്ടൊരു സ്മെല്ല് വരും. അപ്പം തന്നെ നമ്മൾ പണ്ടം റെഡി ആയിട്ടുണ്ടാവും. നട്ട്സും കൂടി ഇട്ട് കൊടുത്തിട്ട് ഞാനിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. കണ്ട, ഇതുപോലെ കിട്ടണം നമുക്ക് പണ്ടം. ഒരു നല്ല പറ്റുണ്ടാവും. ഇത് നമ്മൾ നെയ്പ്പത്തിലും കായ് നിറച്ചത്, ഉന്നക്കായ്, ഇതിലെല്ലാം ഈ ഒരു പണ്ടാണ് ഉണ്ടാക്കുക. കുട്ടികൾക്ക് പല്ല് വന്നു കഴിഞ്ഞാൽ പല്ലടാന്ന് പറഞ്ഞിട്ട് ഈ ഒരു പണ്ടാണ് അരിയടയിൽ ചേർത്ത് കൊടുക്കല്. ഇതാ എൻ്റെ സക്സസ് ആയ പണ്ടവും ഫെയിലായ പണ്ടവും രണ്ടും വ്യത്യാസമുണ്ട്. മറ്റേത് ക്രിസ്പി ആയിട്ടുണ്ട്. ഈ ഒരു ക്രിസ്പി ആയിട്ടുള്ള സാധനം ഞാൻ ഇളനീർ പുഡിങ്ങിലെല്ലാം ഉണ്ടാക്കലുണ്ട്. പക്ഷെ നെയ്യ് ഒഴിക്കലില്ല. നോർമലായിട്ട് തന്നെ ഫ്രൈ ചെയ്തിട്ട് പഞ്ചസാരയും കുറച്ച് വെള്ളം കുടഞ്ഞിട്ട് എടുക്കലാണ്. ഇത് നല്ല ടേസ്റ്റാണ് നോർമലായിട്ട് കഴിക്കാൻ തന്നെ. ഇനി അടുത്തതായിട്ട് നമുക്ക് ബാറ്റർ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു മുട്ടയും അതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി പാല് ഒരു 1/4 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ നോക്കിയിട്ട് പാലിട്ട് കൊടുത്താൽ മതി. അതുപോലെ തന്നെ പഞ്ചസാരയും കുറച്ചായിട്ട് നമ്മൾ പഴംപൊരിക്കൽ ഇട്ട് കൊടുക്കും പോലെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. പാല് പോരാന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടിയും ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം, അതായത് 1/2 കപ്പ് മൈദക്ക് ഒരു 1/4 കപ്പ് പാലും ബാക്കി വെള്ളം കൂടി നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ട് ദോശമാവിൻ്റെ രൂപത്തിലാണ് നമ്മൾ നല്ലോണം കലക്കി എടുക്കേണ്ടത്. ശരിക്കും നമ്മൾ ദോശേൻ്റെ എല്ലാം ഒരു ബാറ്റർ പോലെ കിട്ടും. ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അത് ഓപ്ഷനിലാണ്. ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് യോജിപ്പിക്കുന്നുണ്ട്. മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് കുറവായിട്ട് ഞാൻ കുറച്ചും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതാണ് 1/4 ടീസ്പൂൺ എന്ന് പറഞ്ഞത്. ഇനി ബാറ്റർ ഒരു ഭാഗത്ത് മാറ്റി വെച്ചിട്ട് നമുക്ക് പഴം മുറിച്ചിടണം. ഒരു പഴം എടുത്തിട്ട് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് ഞാൻ നീളത്തിൽ മുറിച്ചിടുന്നുണ്ട്. അത് കട്ടിയൊന്നും ചെയ്യാണ്ട് ഞാൻ നീളത്തിലാണ് മുറിച്ചിടാൻ വിചാരിച്ചത്. പക്ഷേങ്കിൽ കട്ട് ചെയ്യുന്ന സമയത്ത് ചെറുതായിട്ട് മുറിഞ്ഞു പോയിട്ടുണ്ട്. അത് സാരമില്ല, നമുക്ക് എങ്ങനെ വേണമെങ്കിലും മുറിച്ചിടാം കേട്ടോ. റൗണ്ടിലോ അല്ലെങ്കിൽ നീളത്തിലോ. ഞാൻ ഈ ഒരു ഷേപ്പിലാണ് എടുക്കുന്നത്. ഇനിയൊരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം വെച്ചിട്ട് അതിൽ കുറച്ച് നെയ്യ്, പറ്റുമെങ്കിൽ നമുക്ക് പശു നെയ്യില്ലേ, അതാണ് നല്ലത്. അത് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം വാട്ടിയെടുക്കണം. നമ്മൾ സാധാരണ പഴം വാട്ടുന്നില്ലേ, അതേപോലെ തന്നെ നമ്മളിത് വാട്ടിയെടുക്കുന്നുണ്ട്.
പഴം ഒന്ന് നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ ഒരു ബ്രൗൺ കളറായി കഴിഞ്ഞാൽ നമ്മൾ പഴം വാട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ടാവും. ഞാനിതിൽ ഡീറ്റെയിൽ ആയിട്ടാണ് കാണിക്കുന്നത്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് വേഗം ഉണ്ടാക്കിയെടുക്കാം. പെട്ടെന്ന് തന്നെ ഒരു ഗസ്റ്റെല്ലാം വന്നു കഴിഞ്ഞാൽ നമുക്ക് വേഗം ഇത് ഉണ്ടാക്കി കൊടുക്കാം. കുട്ടികൾക്കിത് സ്നാക്സ് ബോക്സിലാക്കി കൊടുക്കുകയും ചെയ്യാം. ഇനി ഇതിലേക്ക് ഞാൻ ആ ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ മുകളിലായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കണം. ഈ ഒരു പഴത്തിന് ഈ ഒരു കണക്ക് കറക്റ്റാണ്. കുറച്ച് വലുപ്പമുള്ള പാനാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇത് ഈ ഒരു ഇതിലാണെങ്കിൽ കുറച്ച് കട്ടിയിലാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ ഈ തേങ്ങാപ്പണ്ടം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ തേങ്ങാപ്പണ്ടം. നേരത്തെ പറയാൻ വിട്ടുപോയതാണ്, ഞാൻ ബാറ്റർ റെഡിയാക്കുന്ന സമയത്ത് ഒരു നുള്ളു ഉപ്പും പിന്നെ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാര കുറച്ചേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ, 1 ടീസ്പൂണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പണ്ടത്തിൽ പഞ്ചസാര ഇട്ടുകൊണ്ട് ബാറ്ററിൽ പഞ്ചസാര കുറച്ചേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ, അത് പറയാൻ വിട്ടുപോയതാണ്. ഇനി ഇത് നമ്മൾ റെഡിയായിട്ട് ഒന്ന് മറിച്ചിടണം. ഇത് മൂടി വെക്കണമെന്നൊന്നുമില്ല, മൂടി വെക്കാണ്ടും തന്നെ നമുക്ക് റെഡിയാവും. സാധാരണ നമ്മൾ ഓംലേറ്റ് ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാണ് അതുപോലെ ഇത് നമ്മൾ മറിച്ചിട്ട് കൊടുത്തിട്ട് കുറച്ച് നേരം വെച്ചിട്ട് ഇതൊരു കളറ് മാറിക്കഴിഞ്ഞാൽ മറിച്ചിട്ട് കൊടുക്കും. അത്ര തന്നെ നമ്മളെ ഈ ഒരു സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. ഇതിനെന്താ പേരിടണമെന്ന് പറഞ്ഞുകൂടാ. മോന് പറഞ്ഞ് നമുക്ക് ബനാന പാൻ കേക്ക് എന്ന് പറയാം, അങ്ങനെ പറയാനും നല്ലതാണ്. നമ്മളെ നാട്ടിലെ പാൻ കേക്കാണ്. ഞാനിത് കട്ട് ചെയ്തിട്ട് ചൂടാലെ തന്നെ സെർവ് ചെയ്യുന്നുണ്ട്. കാരണം ഇത് ചൂടാലെ കഴിക്കാം, ഒരു പറ്റലോ ഒന്നുമില്ല, നന്നായിട്ട് വെന്തിട്ടുണ്ട്, അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ 2 ഭാഗവും ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ മുകളിലുള്ള ഭാഗം തേങ്ങയും നട്ട്സെല്ലാം കൂടിയിട്ടുള്ളതും അടിയിലത്തെ ഭാഗം പഴവുമായിട്ടാണ് കാണുന്നത്. നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. നേരത്തെ ഫെയിലായി പോയ ഒരു തേങ്ങ ഉണ്ടല്ലോ, അതിൽ ഞാൻ പഴം വാട്ടിയിട്ട് ഇതിങ്ങനെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ കഴിക്കാൻ. ഒരു ഐസ്ക്രീമും കൂടി ഉണ്ടെങ്കിൽ കിടുമായിരിക്കും. നമ്മൾ ലാലേട്ടൻ സ്പെഷ്യൽ എന്നെല്ലാം പറഞ്ഞിട്ട് ഉണ്ടാക്കുന്നില്ലേ, അതിൽ വെള്ളം ഒരുക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പഴത്തിൽ, എന്നിട്ട് ഐസ്ക്രീമെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. പുതിയൊരു റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അസ്സലാമു